എം സ്വരാജും CPIയും തമ്മിലുള്ള യുദ്ധം എങ്ങുമെത്താതെ ഇങ്ങനെ നിൽക്കുകയാണ്. അടിസ്ഥാന കാരണം തൃപ്പൂണിത്തുറയിലെ പ്രാദേശിക പ്രശ്നമാണെങ്കിലും പാർട്ടിയെ ഒന്നാകെ ബാധിക്കുമോ എന്ന പേടി AKG സെന്ററിലടക്കം ഉയരുന്നുണ്ടത്രേ. എന്തായാലും കോൺഗ്രസുകാർക്കും മുന്നണി ശത്രുക്കൾക്കും നല്ല സന്തോഷമായി. അവർ ഇങ്ങനെ തമ്മിൽ തല്ലിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. സ്വരാജ് CPIയെ കളിയാക്കുന്നു, CPI സ്വരാജിനെ ചീത്ത വിളിക്കുന്നു. ഒരു ചാക്രിക സഞ്ചലനം ഇത് ആവർത്തിക്കുന്നു. മുഖപത്രം വഴിയും മറ്റു പത്രങ്ങളും ചാനലുകളും വഴിയും പരസ്പരം പോര് ഘോരഘോരം മുറുകുന്നു. അപ്പോഴും താൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യം ഒരു CPIക്കാരനെ കണ്ടത് എന്ന അനുഭവത്തിൽ സ്വരാജ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കാനത്തിന്റെ വേദന എവിടെ കിടക്കുന്നു? ഡ്യൂട്ടി സമയത്ത് സ്വല്പം ചൂടാണല്ലേ? അല്ലാത്തപ്പോഴും ചൂടാണ്. എന്നെ അറിയുമായിരിക്കും. അറിഞ്ഞാലും ഇല്ലെങ്കിലും ചില മര്യാദകൾ പാലിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. വിവരമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറുപടി പറയേണ്ടതായി വരും. ഞാൻ ഈ CPI വിഷയത്തിലൊന്നും അങ്ങനെ മറുപടി പറയാനോ തുടർച്ചയായി മറുപടി പറഞ്ഞു പോകാനോ ഉദ്ദേശിക്കുന്ന ഒരാളുമാണ്. 14-ാം വയസ്സ് മുതൽ മുദ്രാവാക്യം വിളിച്ച് തലമ്പിച്ച കയ്യായത് കണ്ടാ തോന്നുവോ? ഇതുകൊണ്ടൊന്ന് കിട്ടിയ അപ്പൊ ആരെങ്കിലും വന്നിട്ട് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്, ഞങ്ങളുടെ വോട്ടില്ലെങ്കിൽ ജയിക്കില്ല എന്നൊക്കെ ആരെങ്കിലും മേനി നടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. കാണാൻ പോണ പൂരത്തെ പറ്റി ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ഈ വിടുവായത്തരം പറയുന്നവരൊക്കെ ഇത് ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. നയപരമായ എന്റെ ദൗത്യങ്ങൾക്ക് ശേഷമേ കർമ്മപരിപാടിയിലേക്ക് തിരിയൂ. ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വരെ ഒരു CPI ഓഫീസിൽ പോയിട്ടില്ലാത്ത ആളാണ്. CPI ഓഫീസിൽ നിന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാൻ വന്നതിന് ശേഷം ഒരു ഘടകകക്ഷിയുടെയും ഓഫീസിൽ പോയിട്ടില്ല. പോകാത്തത് അവരോടൊന്നും വിരോധം ഉണ്ടായതുകൊണ്ടല്ല. അവരെല്ലാം എന്റെ കൂടെ ഉള്ളവരാണ്. തെരഞ്ഞെടുപ്പിൽ LDF ഒറ്റക്കെട്ടായി മത്സരിക്കുകയാണ്. അപ്പൊ അവരുടെ ഓഫീസിൽ പോയിട്ട് വോട്ട് ചോദിക്കുന്നത് അവരെ കളിയാക്കുന്നത് പോലെ അല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എന്നെ പിന്താങ്ങുന്ന ഈ നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് അനുയായികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. ഇന്നൊരു കുറുന്തോട്ട് വൈദ്യൻ, നാളെ ഒരു പോസ്റ്റ്മാൻ, അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്താ ഒരു പ്രസക്തി? അല്ലെങ്കിൽ തന്നെ CPM-ൽ ഗ്രൂപ്പിസമാണെന്ന് ഒരാൾ CPI ഓഫീസിൽ പോയി പരാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തോ ഒരു വിഭ്രാന്തി കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ കരുനീക്കുന്നതാണ്. ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം. തർക്കം കൊഴുക്കുമ്പോൾ പാർട്ടി ശത്രുക്കളെല്ലാം നല്ല ആഹ്ലാദത്തിലാണ്. എങ്ങനെ ആഹ്ലാദിക്കാതിരിക്കും? അമ്മാതിരി രംഗങ്ങളല്ലേ. എന്ത് കാണാനാ നിങ്ങളൊക്കെ നിൽക്കുന്നേ? ഇവിടെ ആരെങ്കിലും ചത്തോ? വിട് മാഷേ. അല്ല, കുറെ നേരമായല്ലോ വായുമ്പൊളി നിൽക്കാൻ തുടങ്ങിട്ട്. ഇവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്ക് ഇതൊക്കെ ഒരു രസമല്ലേ? നമ്മുടെ ഉള്ളിൽ തീയ ആളിനെന്ന് ഇവർക്ക് മനസ്സിലാവില്ലല്ലോ. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഐക്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന രണ്ട് പാർട്ടികൾ തമ്മിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ചിലർ കൊണ്ടുപിടിച്ച് ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏതായാലും CPIM അതിന്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എന്നോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ. അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ? പനിയും ജലദോഷമാണെങ്കിൽ മരുന്നുണ്ട്, ക്യാൻസർ ആണെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് മുറിച്ചു മാറ്റാം. ഇതിപ്പോ കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കേണ്ടതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ പാർട്ടിക്കാണ് എന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. സ്വരാജിന് അതൊക്കെ മനസ്സിലാകുമോ? കാനത്തെയും കൂട്ടരെയും വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളാണത്രേ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CPI ഓഫീസിൽ ഇതുവരെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞത് എങ്ങനെ CPIക്കാർ സഹിക്കും? ആ പരിഹാസം മനസ്സുകളെ മതിച്ചുകൊണ്ടിരിക്കവെയാണ് കോൺഗ്രസുകാരുടെ പതാക നോക്കി പീറ പതാക എന്ന് പരിഹസിച്ചത്. അതും നമ്മളെക്കുറിച്ചാണെന്ന് വലത് കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിദ്ധരിച്ചു. നേതാക്കൾ വഴിയും പതാക വഴിയുമൊക്കെ അടിയും വെടിയും തുടർന്നു. ഒടുവിൽ കോടിയേരിയുടെ പ്രസ്താവന കേട്ട് നന്നാകാനാണ് സ്വരാജിൻ്റെ തീരുമാനം. അതുകൊണ്ട് ഇനി ഇടതുപക്ഷ ഐക്യം ലക്ഷ്യം വച്ച് ഒരു തരത്തിലുമുള്ള പ്രകോപനത്തിനും പോകില്ലത്രേ. ഇടതുപക്ഷ ഐക്യം ഞാൻ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. അമ്മയായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴേക്കും അച്ഛൻ വന്നാൽ മതി. വീട്ടിൽ കയറിയ നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മറ്റ് ഇടതുപക്ഷ പാർട്ടികളുമായി പരസ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കുക, വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് പരമാവധി ഒഴിവാക്കാനാണ് CPIM ആഗ്രഹിക്കുന്നത്. ഹവു, സമാധാനായി. ഒന്നും മിണ്ടുകെങ്കിലും ചെയ്തല്ലോ. ഇതുപോലെ 4 നല്ല തെറി ഇനിയും പറയച്ച. അത്രക്ക് ഭയങ്കരമായ തെറ്റല്ലേ ഞാൻ ചെയ്തത്? ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ പരസ്യമായിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. തല്ലച്ച,
എന്നെ തല്ലി കൊല്ലച്ച. ഞങ്ങൾക്കും CPI-യോട് പറയേണ്ടുന്ന കാര്യങ്ങൾ നേരിട്ട് CPI-യോട് പറയാൻ ഇന്ന് ഞങ്ങൾ കഴിയും. കറക്റ്റ്, ഇതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്. CPI-ക്ക് അതുപോലെ വല്ലതും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് ഞങ്ങളോട് പറയാൻ അവർക്ക് സാധിക്കും. മാപ്പി ചോദിക്കാമെന്ന് വെച്ചാൽ ഒന്ന് നിന്ന് തരണ്ടേ? അതുകൊണ്ട് ഈ വേദി ഒരു CPI വിരുദ്ധ പ്രചരണത്തിന്റെ വേദിയാണ് എന്നുള്ള ധാരണ ആർക്കും വേണ്ടതില്ല. അച്ചടക്കമില്ലാത്ത ഒരു ജീവിതം നയിച്ചു ഒരുപാട് കാലം ഞാൻ. പിന്നീട് സന്യാസിയാവാൻ ശ്രമിച്ചു. എല്ലാ അനുഭവങ്ങളിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിച്ചു. പ്രാദേശികമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി എന്റെ മുമ്പിൽ കണ്ട നിന്റെ മരണം ഹിമാലയത്ത് വെച്ചായിരിക്കില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മുന്നണിയുടെ ഐക്യത്തെ പ്രതികൂലമായി ബാധിക്കാത്ത വിധത്തിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം CPI CPM നേതൃത്വം ചർച്ച ചെയ്തും അതിനൊക്കെ പരിഹാരം കാണും. ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ വട്ടനായി എന്ന് മാഷ് സംശയിക്കുന്നു. ഇല്ല മാഷെ, എന്റെ ജീവിതത്തിലെ പരീക്ഷണകാലം കഴിഞ്ഞു. അപ്പോ പിന്നെ അപ്പീലില്ല, ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് സമരം. നോർമൽ അല്ലേ തോന്നുന്നു. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട, ഫ്രീ 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 അല്ലേ സാർ?